ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി പുഡിംഗ് ആണ്. എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ള ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയാണ്. ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഈദിനും പാർട്ടികളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് ചൈന ഗ്രാസോ ജെലാറ്റിനോ കോൺഫ്ലോറോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ക്രീം മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുഡിംഗ് ചെയ്തെടുക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇത് കുക്കിംഗ് ആവശ്യമില്ല, ബേക്കിംഗ് ഇല്ല, ഇതൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ 10 മിനിറ്റിൽ നമുക്ക് ഈ ഒരു പുഡിംഗ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാനായിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മാരി ഗോൾഡിൻ്റെ ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പൊടിയായിട്ട് വേണ്ട എങ്കിൽ കൈ വെച്ചിട്ട് പൊടിച്ചെടുത്താലും മതി. ഇനി ഈ ഒരു ബിസ്ക്കറ്റിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ടർ വേണമെന്നില്ല, ഓപ്ഷണലാണ്. ഇട്ടുകൊടുത്താൽ നല്ലൊരു ബട്ടറിൻ്റെ ഫ്ലേവർ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ പുഡിംഗ് ഏത് ട്രേയിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു ട്രേയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് ലെവലാക്കി എടുക്കാം. ഇപ്പോൾ ഇതുപോലുള്ള ട്രേയിൽ തന്നെ സെർവ് ചെയ്യണം എന്നില്ല. നമ്മൾ സാധാ ഗ്ലാസ്സിലും നമുക്ക് ഈ ഒരു പുഡിംഗ് സെർവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ബിസ്ക്കറ്റ് റെഡിയായി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് ഫിയോന വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് 1 മണിക്കൂർ മുന്നേ നമുക്ക് ബൗളും വിസ്കും ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് ക്രീം ബീറ്റായി കിട്ടും. അതുമാത്രമല്ല നമ്മൾ ക്രീം ഫ്രീസറിൽ നിന്ന് 1 മണിക്കൂർ മുന്നേ തന്നെ ഫ്രിഡ്ജിൽ താഴെ എടുത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മെൽട്ടായി കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ചൊന്ന് ബീറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം ഫസ്റ്റിലിടുക, പിന്നെ കൂട്ടി ഹൈയിലിട്ടിട്ട് അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് മധുരം ആവശ്യമായിട്ട് വന്നത്. അല്ലെങ്കിൽ ഫിയോന വിപ്പിംഗ് ക്രീമിൽ നല്ല മധുരമുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ല എങ്കിൽ നമുക്ക് പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ക്രീമിനെ ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഞാനിപ്പോൾ ഇവിടെ 3 ലെയറായിട്ട് പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് 1/4 കപ്പ് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് 2 ടേബിൾ സ്പൂണ് ക്രീം ഇട്ടിട്ട് ഒന്ന് ഓവനിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്തതാണ്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ഇപ്പോൾ നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് സെക്കൻഡ് ലെയറായിട്ട് നമുക്ക് ആ ഒരു ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ബിസ്ക്കറ്റ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലേക്ക് നമ്മുടെ ക്രീം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലെയറായിട്ട് തന്നെ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൂടുതൽ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് 2 ലെയറായിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റിലേക്ക് 2 ടേബിൾ സ്പൂണ് ക്രീം ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓവനിൽ 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, പെട്ടെന്ന് മെൽട്ടായി കിട്ടും. അത് ക്രീമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് തന്നെ വേണമെന്നില്ല, കൊക്കോ പൗഡറോ കോഫി പൗഡറോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് 3ാമത്തെ ലെയറായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം മുഴുവനായിട്ട് ട്രേയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഡാർക്ക് കളറിൽ കിട്ടും. അപ്പോൾ എല്ലാ സൈഡും ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൈന ഗ്രാസോ ജെലാറ്റിനോ കോൺഫ്ലോറോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ 10 മിനിറ്റ് കൊണ്ട് ഞാനൊരു പുഡിംഗ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്തതിന് മുകളിലായിട്ട് ഞാനൊരു നോസിലിൽ ക്രീം ഇട്ട് കൊടുത്തിട്ട് വൈറ്റ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് വെച്ചിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ ബിസ്ക്കറ്റ് പൊടിച്ചത് മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ബദാമും കാഷ്യൂ ഒക്കെ നട്ട്സൊക്കെ വെച്ച് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്.
അപ്പോൾ അങ്ങനെ ഞാൻ 4 സൈഡിലും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചൈന ഗ്രാസ് ജലാറ്റിനൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല 10 മിനിറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ്. കുക്കിങ്ങും ബേക്കിങ്ങും ഒന്നും ഇല്ലാതെ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റാണ്. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ല നല്ല റെസിപ്പീസുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.